ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമാൻ കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എരുന്ത് താളിപ്പ് കറിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ എരുന്താണ് എടുത്തത്. ഇത് നല്ലപോലെ ഉപ്പ് നിങ്ങൾ കണ്ടില്ല, ഇടുന്ന് കാണിക്കാൻ പറ്റിയില്ല. ഉപ്പ് നല്ലപോലെ ഇട്ട് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെക്കുകയാണ്. റെസ്റ്റിന് വെച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിന്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു 3 വറ്റൽമുളക് കഷ്ണമായി എരിഞ്ഞത്, ചെറിയുള്ളി ഒരു 3 എണ്ണം ചെറുതായി എരിഞ്ഞത്, 2 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, കുറച്ച് കടുക്, കുറച്ച് വെളിച്ചെണ്ണ. ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിന് അത് ചൂടാവുമ്പോൾ അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ടെടുത്ത് കടുക് പൊട്ടി വരുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടെ ചേർക്കുന്നത്. 2 പച്ചമുളക് നെടുകെ കീറിയതും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് 1 മിനിറ്റ് നേരം നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചാണ് ഞാൻ ഈ എരുന്ത് താളിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നോർമൽ വാട്ടറിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ കഞ്ഞിവെള്ളത്തിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കഞ്ഞിവെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എരുന്ത് ചേർത്ത് കൊടുത്ത് പാകത്തിന് ഇനി ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ്. അത്യാവശ്യം വേവണം. ഒരു 5 മിനിറ്റിൻ്റെ ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ തുറന്നുണ്ടാവും എരുന്ത്. അപ്പോൾ പിന്നെ നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് നമ്മളെ എരുന്ത് കറിക്ക്. നമ്മളെ എരുന്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റായി അറിയിക്കണം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം.